ശിവായ. ഗോവിന്ദൻ എന്നൊരു കല്ല് കച്ചവടക്കാരന്റെ കഥയാണ് പറയാൻ പോകുന്നത്. പഴയ കാലത്ത് മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമത്തിൽ ഗോവിന്ദൻ എന്നൊരു കല്ലുകടക്കാരൻ ജീവിച്ചിരുന്നു. അവൻ പാവപ്പെട്ടവനായിരുന്നു, പക്ഷേ മനസ്സ് അത്യന്തം ശുദ്ധം. ദിവസവും കല്ല് വെട്ടി വിറ്റ് ജീവിക്കുമ്പോഴും അവന്റെ ഹൃദയത്തിൽ ഒരൊറ്റ ആഗ്രഹം മാത്രം: ഞാൻ എന്റെ കൈകൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി മഹാദേവനെ പൂജിക്കണം. ഒരു ദിവസം കാട്ടിൽ കല്ല് തിരയുമ്പോൾ അവൻ ഒരു വിചിത്രമായ ശബ്ദം കേട്ടു. അത് കാറ്റിന്റെ ശബ്ദമല്ല, മൃഗത്തിന്റെ ശബ്ദമല്ല. അവൻ വ്യക്തമായി കേട്ടു: എന്നെ സ്പർശിക്കൂ, ഞാൻ നിന്റെ വഴികാട്ടി. ഒരു കല്ലിനടുത്തുനിന്നാണ് ആ ശബ്ദം വന്നത്. ഗോവിന്ദൻ ഭയപ്പെട്ടു, പക്ഷേ ഭക്തി ഭയത്തെ മറികടന്നു. അവൻ കല്ല് സ്പർശിച്ചപ്പോൾ ഒരു വിചിത്രമായ തണുപ്പ് ശരീരത്തിലൂടെ പാഞ്ഞു. അവൻ ആ കല്ല് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ദിവസവും ജോലി കഴിഞ്ഞ് രാത്രിയിൽ വിളക്കിന്റെ വെളിച്ചത്തിൽ കല്ല് വെട്ടിത്തുടങ്ങി. കല്ല് അത്ഭുതകരമായി മൃദുവായി മാറി. വെട്ടുമ്പോൾ കല്ലിൽ നിന്ന് സുഗന്ധം വന്നുകൊണ്ടിരുന്നു. ഓരോ അടിയും ഇടുമ്പോൾ അവന്റെ മനസ്സ് ശാന്തമായി. ഗ്രാമക്കാർ പറഞ്ഞു, ഇത് സാധാരണ കല്ലല്ല, മഹാദേവന്റെ കൃപയുള്ള കല്ലാണ്. ഒരു ദിവസം രാത്രി അവൻ കല്ല് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അപരിചിതൻ അവന്റെ വാതിൽക്കൽ വന്നു. അവൻ ക്ഷീണിതനായിരുന്നു, വിശന്നിരുന്നു. ഗോവിന്ദൻ തന്റെ അവസാനത്തെ ഭക്ഷണം പോലും ആ അപരിചിതൻ നൽകി. അവൻ പറഞ്ഞു, മഹാദേവൻ തന്നതാണല്ലോ, മറ്റൊരാളുമായി പങ്കിടുന്നത് എന്റെ കടമയാണ്. അപരിചിതൻ പുഞ്ചിരിച്ചു, ഒന്നും പറയാതെ പോയി. അടുത്ത ദിവസം രാവിലെ ഗോവിന്ദൻ കല്ല് നോക്കിയപ്പോൾ അതിശയിച്ചുപോയി. അവൻ വെട്ടി തീർക്കാത്ത കല്ല് പൂർണ്ണമായ ശിവലിംഗമായി മാറിയിരുന്നു. കല്ലിന്റെ മുകളിൽ ഒരു ചെറിയ വില്വപത്രം കിടക്കുന്നു. വീട്ടിൽ ഒരു മന്ദസ്മിതമുള്ള ധൂപസൗരഭ്യം നിറഞ്ഞിരുന്നു. അവൻ മനസ്സിലാക്കി, അന്നത്തെ അപരിചിതൻ മഹാദേവൻ തന്നെയായിരുന്നു. ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് ആ ശിവലിംഗം ഒരു ചെറിയ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു. ഗോവിന്ദൻ അതിന്റെ ആദ്യ പൂജാരി ആയി. അവൻ പറഞ്ഞു, മഹാദേവൻ ഭക്തിയുടെ രൂപം കാണുന്നത് കൈകളിൽ അല്ല, ഹൃദയത്തിലാണ്. കഥയുടെ സാരം എന്തെന്നാൽ മഹാദേവൻ ഭക്തനെ പരീക്ഷിക്കുന്നത് പലപ്പോഴും സാധാരണ മനുഷ്യരൂപത്തിൽ ആണ്. നിസ്വാർത്ഥതയും കരുണയും എപ്പോഴും ദൈവാനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കും. ഭക്തി ഉള്ളിടത്ത് അത്ഭുതങ്ങൾ സ്വയം സംഭവിക്കും.